അവഗണിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? എവിടെയാണോ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് അവിടെ. ഏതൊരു കാര്യവും, അത് സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തുമാവട്ടെ, ആവശ്യത്തിലധികം ലഭിക്കുമ്പോൾ അതിനോടുള്ള പ്രാധാന്യം കുറയും. ശരിയല്ലേ? നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾക്ക് പുതുമ തോന്നുമോ? ഇല്ലേ ഇല്ല. എത്ര ആഗ്രഹിച്ചാലും വല്ലപ്പോഴും കാണുന്ന കാഴ്ചകളോടോ അല്പം കൂടുതലുമായിരിക്കും. ഏതൊരു ബന്ധങ്ങളിലും മനുഷ്യരിലും അത്രത്തോളം അവൈലബിൾ ആകാതെ ഇരിക്കുക, അതായത് മടുക്കുവോളം ആരിലേക്കും കടന്നു ചെല്ലാതിരിക്കുമ്പോൾ. നാം വിശ്വസിക്കും നാം ഇന്നലെ വരെ നിന്ന ചേർത്ത് പിടിച്ചവർ നാളെ നമുക്ക് വേണ്ടി നമുക്കൊപ്പം ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലകളിൽ നാം നിന്നു കൊടുത്തുവെങ്കിൽ അത് അവരുടെ വഴി വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടുചേരൽ മാത്രമായിരുന്നു. ഇന്നവർ അവരുടെ വഴി വെട്ടിത്തെളിച്ചു കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടായിരിക്കും അവരുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ മടുക്കുവോളം ആരിലേക്കും കടന്നു ചെല്ലാതെ ഇരിക്കുന്നതായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും നല്ലത്. ഇന്നത്തെ ചിന്താവിഷയം നോക്കാം. പ്രിയപ്പെട്ടവരുടെ വഴക്കും ശകാരവും നാം ഭയക്കേണ്ടതില്ല. ശരിയാണോ? നോക്കിയാലോ? ഒന്ന് സംസാരിച്ചാൽ, ചേർത്ത് പിടിച്ചാൽ അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ചില മൗനത്തെ ഭയപ്പെടണം. കാരണം മൗനം ചില ഉത്തരങ്ങളാണ്. അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ ലക്ഷണങ്ങളാണിതൊക്കെ. വാക്കുകൾക്കിടയിലെ മൗനങ്ങൾ നഷ്ടപ്പെടലിന്റെ അടയാളങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കടലോളം സ്നേഹം ഉണ്ടായിരുന്നവർ, കടലോളം സ്നേഹം പകർന്നു തന്നവർ, പകുത്തു കൊടുത്തവർ ഒക്കെയായിരുന്നു. പരാതിയും പരിഭവങ്ങളും കരുതലും സാന്ത്വനങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർ. ഒരിക്കലും പിരിയില്ല എന്ന് കരുതി പോകുന്നവരാണിവർ. അതെ, ഒരിക്കലും പിരിയില്ലെന്നും ചതിക്കില്ലെന്നും ഉറപ്പുണ്ടായിരുന്നു. ചില യാത്ര പറച്ചിലുകൾ അങ്ങനെ തന്നെയാണ്. അത് മടങ്ങി വരുമെന്ന നേർത്ത പ്രതീക്ഷ പോലും വെച്ച് പുലർത്തി പോകരുത്. കാലം മാറാൻ വർഷങ്ങളെടുക്കും, എന്നാൽ മനുഷ്യൻ മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര ശരിയാ അല്ലേ? ശരിയല്ലേ? അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ചിന്തിക്കുക. ഇന്നത്തെ തലമുറയിലെ മക്കളുടെ പെരുമാറ്റം ഇതുപോലെയൊക്കെ തന്നെയാണ്. ആളാകാനും വളരുവാനും മാതാപിതാക്കൾ കൂടെ നിന്ന് കൊടുക്കും. വളർന്ന ആളായിക്കഴിഞ്ഞാൽ പുതിയ കൂട്ടും കൂടി ഒരൊറ്റ തിരിഞ്ഞു പോക്കാണ്. പിന്നെ അവിടെ അമ്മ ചത്താലും വേണ്ടിയില്ല, പ്രണയിച്ചയാളെ കൂടെ കൂട്ടണമെന്നൊരൊറ്റ ചിന്ത മാത്രമുള്ള മക്കളുടെ ലോകമാണിത്. ചിന്തിക്കുക. ഒരിക്കൽ കൂടി തിരിച്ചറിവുണ്ടാകാനായിട്ട് വീണ്ടും വിചാരത്തോടു കൂടി മുതിർന്നവരോട് പെരുമാറുവാൻ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുക. അതാണ് ഇതിലൂടെയുള്ള ഗുണപാഠം. ഓക്കെ, താങ്ക് യു. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നാളെ ഇതുവരെ നൽകിയ സപ്പോർട്ടിന് ഏവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.